ഹായ്, നമുക്കിന്നൊരു കണവ ഗ്രേവി ഫ്രൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടുന്നത് ആദ്യം കണവയാണ്. ഞാനിവിടെ ഒരു 1/2 കിലോയോളം കണവയാണ് മേടിച്ചിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായിട്ട് വേണ്ടുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 2 സവാള നീളത്തിലരിഞ്ഞത്, പച്ചമുളക്, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയാണ്. ഇനി നമുക്ക് കണവ നല്ല വൃത്തിയായി കഴുകി റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരാം. അതിനുശേഷം നമുക്കിത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അതിനകത്ത് ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂണ് മുളക് പൊടി, പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, അര സ്പൂണോളം മഞ്ഞൾപ്പൊടി, ഒരു 1/2 സ്പൂണോളം കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 2 ഗ്ലാസ്സോളം, ചെറിയ ഗ്ലാസ്സിന് 2 ഗ്ലാസ്സോളം വെള്ളം, ഇത്രയും ചേർത്തിട്ട് നല്ലതുപോലെ അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വറ്റണമെന്നില്ല. വറ്റുന്നതിന് മുൻപ് തന്നെ അതിൽ നിന്ന് ആ കണവ നമുക്ക് ചാറ് മാറ്റിയതിന് ശേഷം കണവ മാത്രം ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. എന്നിട്ട് ആ വെള്ളം ഉണ്ടല്ലോ, ബാലൻസ് വരുന്ന ആ വെള്ളം, കണവ വേവിച്ച ബാലൻസ് വരുന്ന വെള്ളം, ആ വെള്ളം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഈ പാൻ തന്നെ കഴുകി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഇട്ടതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അത് നന്നായി അതിൻ്റെ പച്ചമണമൊക്കെ മാറി ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് അതും ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് 2 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും അതിനോടൊപ്പം തന്നെ 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ഇതിലേക്ക് ഒരുമിച്ച് ചേർത്ത് കൊടുക്കാം. ശേഷം ഈ പച്ചമുളകിൻ്റെയും സവാളയുടെയും ഒക്കെ പച്ചച്ചവയൊക്കെ മാറി നല്ലതായിട്ട് ഒന്ന് വഴണ്ട് വരുന്നത് വരെ നമുക്കിതിനെ ഇളക്കി കൊടുക്കാം. സവാള വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണോളം മുളക് പൊടി, ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയും ചേർത്തിട്ട് ഈ തക്കാളിയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോഴത്തേക്കും മറ്റൊരു ചെറിയ തക്കാളി എടുത്ത് ചെറുതായിട്ട് നന്നായി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. ആ അരച്ച് വെച്ച തക്കാളിയുടെ ചാറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ആ മസാലയെല്ലാം അതിലേക്ക് പിടിച്ച് വേവുന്നത് വരെ നമുക്ക് നോക്കാം. ശേഷം നമ്മൾ കണവ വേവിച്ചിട്ടും ബാലൻസ് മാറ്റി വെച്ചിരിക്കുന്ന ആ ചാറ് വെള്ളമില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് ഈ അരപ്പൊക്കെ നല്ലതുപോലെ തിളച്ച് വറ്റി ഒരു കുറുകുന്ന പരുവമാകുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് അത് നന്നായി കുറുകി ഈ ബാലൻസായി അതിനകത്ത് കിടക്കുന്ന വെള്ളമെല്ലാം വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ച് കൊടുക്കാം. ശേഷം നല്ല കുറുകി ചാറെല്ലാം വറ്റി നല്ല ഫ്രൈ ആയി ഇരിക്കുകയാണ് കണവ. ശേഷം നമുക്കിതൊരു നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീർച്ചയായും നിങ്ങളെല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കൂ. എന്നിട്ട് ഇഷ്ടമായാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ലൈക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.